കോട്ടയം മെഡിക്കൽ കോളേജിലും സമാനമായ സാഹചര്യം. അവിടെ ജീവനക്കാരുടെ പ്രശ്നമാണുള്ളത്. ജീവനക്കാരില്ലാത്തതിനാൽ സർജറി മുടങ്ങുന്ന പശ്ചാത്തലമുണ്ട് എന്ന് തന്നെ പറയപ്പെടുന്നുണ്ട്. ഒരു പ്രതികരണം ഒന്ന് കേൾക്കാം. ഡോക്ടർമാർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാർഡിയോളജി വിഭാഗത്തിൽ കുറവുണ്ട്. ശരിക്കും മെയിനായിട്ട് വേണ്ടത് ന്യൂറോ സർജറി വിഭാഗത്തിലാണ്. അതിൽ നിലവിൽ 6 ഡോക്ടർമാരുണ്ടായിരുന്നത് അതിൽ 3 പേര് ട്രാൻസ്ഫർ ആയിപ്പോയി. ആകെ 52 ബെഡ് എവിടെ ഉള്ളൂ. അതിൽ 152 പേഷ്യൻറ്റോളം അവിടെ വരുന്നുണ്ട്. അത് വരാന്തയിൽ കിടക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നു. മെഡിസിൻ ഡോക്ടർമാരുടെ അഭാവമുണ്ട്. പ്രൊഫസർമാരില്ല, അസോസിയേറ്റ് പ്രൊഫസർമാരില്ല, മെഡിസിൻ ഭാഗത്ത് ഡോക്ടർമാരില്ല. അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകൾ നിരന്തരം ഈ ഹോസ്പിറ്റലിനെ അപഗ്രഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എടുത്തു പറയേണ്ട വിഷയം വെച്ച് കഴിഞ്ഞാൽ മെഡിസിൻ്റെ അപാകതയാണ്. കാരണം ഒരു രോഗി വന്നു കഴിഞ്ഞാൽ, സാധാരണക്കാരൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മെഡിസിൻ കിട്ടാത്ത അവസ്ഥ ഉണ്ടാകുന്നു. അത് വലിയ ബുദ്ധിമുട്ടല്ലേ? ടോബി ജോൺസൺ ആണ് വാർത്തയുടെ വിവരങ്ങളുമായി. ടോബി, ഈ പറയുന്ന ഉപകരണങ്ങൾ, ഈ പറയുന്ന മെഡിസിൻ പ്രശ്നം എന്താണോ ഡോക്ടർ ഹാരിസ് ചിറക്കൽ പറയുന്നത്, അതിന്റെ മറ്റൊരു പ്രശ്നം പറയുകയാണ് കോട്ടയത്തെ ആ പ്രതികരണം നടത്തിയ ആൾ ആരാണെന്ന് എനിക്കറിയില്ല. ടോബി, എന്തായാലും ഈ ന്യൂറോ വിഭാഗത്തിലടക്കം സർജറികൾ ഡോക്ടർമാരില്ലാത്ത കാരണം മുടങ്ങുന്നുവെങ്കിൽ അത് ഗുരുതരമായ പ്രശ്നമാണ്. ടോബി, നമ്മളോടിപ്പോൾ പ്രതികരണം നടത്തിയ വ്യക്തി അൻസാരി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം പൊതുപ്രവർത്തകനാണ്. ഈ മെഡിക്കൽ കോളേജിന്റെ ഭരണസമിതിയിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ ഇല്ല, കഴിഞ്ഞ ടൈമിൽ ഉണ്ടായിരുന്നതാണ്. അദ്ദേഹത്തിന് കൃത്യമായ കാര്യങ്ങൾ ആണ് അദ്ദേഹം പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മുന്നോട്ട് വെക്കുന്നത് ഇവിടുത്തെ ഡോക്ടർമാരുടെ കുറവാണ്. അതായത് മതിയായ ഡോക്ടർമാർ മിക്ക ഡിപ്പാർട്ട്മെന്റുകളുമില്ല. അതിലേറ്റവും പ്രധാനപ്പെട്ട കാർഡിയോളജി, അതുപോലെ തന്നെ ന്യൂറോ സയൻസ്, ഇതിലൊക്കെ കൃത്യമായ ഡോക്ടർമാരില്ല. ന്യൂറോ വിഭാഗത്തിൽ 3 ഡോക്ടർമാരുടെ കുറവ്, വേക്കൻസി വന്നിട്ട് കുറച്ച് നാളായി അത് ഫില്ല് ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ സർജറികൾ നീട്ടിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു. 3 മാസമൊക്കെ 2-3 മാസമൊക്കെ ഈ സർജറികൾ നീട്ടിവെച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ട ഒരവസ്ഥ ഉണ്ടാകുന്നുണ്ട്.